സംഘടന 2022 രൂപീകരിച്ചു. നിങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു. നല്ല കാര്യം. ഈ മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്ന ചുമ്മാതൊന്നുമല്ല, അല്ലേ? ഒത്തുപിടിച്ചാൽ മലയിൽ പോരും. അങ്ങനെയൊക്കെ കുറെ പടപടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. സംഘടിച്ചാൽ മാത്രമേ ശക്തരാകാനും. പക്ഷേ 96 ഇതുപോലുള്ള കുട്ടികൾക്ക് കളിക്കുവാനുള്ള കളിപ്പാട്ടങ്ങൾ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് കൊടുത്ത പഞ്ചായത്തിലെ ഭാരവാഹിയാണ് ഞാൻ. 2 വാർഡിലാണത് കൊടുത്തത്. അവിടെ വിവരകൃതയ സ്പെഷ്യൽ സ്കൂളുണ്ട്, പഴയാറ്റിൻകുടി. മോള് പഠിക്കുന്നവരാണ്. അവിടെ തുടങ്ങിയ കാലഘട്ടം അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പിൽ ഇപ്പൊ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും കൊടുക്കുന്നു എന്നാണ്. എല്ലാ പഞ്ചായത്തുകളും കൊടുക്കുന്നു. അത് കൊല്ലം ജില്ലയിൽ ആദ്യമായി അത് തുടങ്ങിയത് കൊല്ലം കോർപ്പറേഷനാണ്. അത് തുടങ്ങുന്നത് ഇപ്പോ ഇവർക്ക് കളിപ്പാട്ടങ്ങളും മറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പ്രോജക്റ്റ് വെച്ച് കൊടുക്കും. അപ്പൊ പ്രോജക്റ്റിൽ ഡേറ്റ് ലൈനിൽ മാറ്റം വന്നു. ഡേറ്റ് ലൈനിൽ മാറ്റം വന്നു. ആ മാറ്റം വന്നപ്പോൾ ഈ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ വകുപ്പില്ല. അങ്ങനെ ആ സ്കൂള് തന്നെ സിസ്റ്റർ ലിറ്റിയാണ് ഇപ്പോഴും അവരുണ്ടെന്ന് തോന്നുന്നു. ലിറ്റി മാറിയത് അതായത് പറഞ്ഞേ അന്ന് ലിറ്റിയാണ്. അതിനുശേഷം ഞാനിങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കാൻ കാരണം എൻ്റെ സ്വന്തം സഹോദരിയുടെ ഒരു മരണം ഈ ഗണത്തിൽപ്പെടുന്നതാണ്. അത് എമ്മാറുകളാണ്. ഇതുകൊണ്ടത് പറയാൻ പറ്റും. ഇതൊക്കെ പഠിക്കുകയും മറ്റും ചെയ്യുന്ന കുട്ടികൾ. മറ്റത് എമ്മാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രംഗത്ത് ഈ ഗൈഡ് ലൈൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോഴാണ് പ്രോജക്റ്റ് വേണമെങ്കിൽ അത് കൗൺസിലാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് അന്ന് ഞാനാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചേർന്നത്. പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതലയാണ്. ഇപ്പോഴും തന്നെ ആ ചുമതലയുടെ ഭാഗമായി ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചു തുടങ്ങിയത്. ഇപ്പോഴും അത് തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള തുടങ്ങിയത് ഇപ്പോഴും നിർത്തിയിട്ടില്ല. അപ്പൊ അത് 2000-ലാണ്. 2001-ഓ 2002-ഓ ആയിരിക്കും എന്നാണ് കൃത്യമായി ഓർക്കുന്നത്. കാരണം 2000-ലാണ് ഞാൻ ചെയർമാൻ ആകുന്നത്. ആദ്യ വർഷം അല്ലെങ്കിൽ 2-ാം വർഷം അത് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് റിസർവേഷൻ ഉണ്ട്. തൊഴിലിന് റിസർവേഷൻ ഉണ്ട്. 4% റിസർവേഷൻ പിണറായിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഏർപ്പെടുത്തിയത്. അതുകൊണ്ടില്ല. 4% സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ഇപ്പൊ PSC അപ്പോയിന്റ്മെന്റുകൾ റൊട്ടേഷനിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് കടം പോലും കൊടുക്കത്തില്ല. അത് കടമെടുപ്പുണ്ടല്ലോ. അതൊക്കെ പൊളിച്ചില്ലെങ്കിൽ അല്ല എമ്മാണ്ടത് നമുക്ക് അങ്ങനെ അല്ല അതിന്റെ അഭിപ്രായം പറയാൻ ഞാനാണല്ല. കാരണം അത് സാങ്കേതിക വിദഗ്ധരുമായി ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബഡ് സ്കൂളുകളുണ്ട്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലേക്കും ബഡ് സ്കൂളുകൾ ആയിട്ടുണ്ട്. ഇപ്പോ ഇന്ന് ഞാനിപ്പോ ലോകകേരള സഭയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്റെ തൊട്ടടുത്ത് ഇരുന്ന ഒരു കുട്ടി
ഇതിന്റെ സ്റ്റാറ്റസ്. അപ്പൊ ആ കുട്ടി ഇതാണ് അവർക്കുള്ള ചുമതല. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ പ്രൊഫഷൻസ് ആണ്. അപ്പൊ എന്നോട് ഇപ്പൊ തിരക്കിലാണ് ഇരിക്കുമ്പോൾ സംസാരിച്ചത് വേറൊന്നുമല്ല. ഇപ്പൊ അവർക്ക് ഇതുപോലെ കെട്ടിടം കെട്ടാനൊക്കെ MLA ഫണ്ട് കിട്ടിയിട്ടുണ്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എക്വിപ്മെന്റ്സിന് ഇല്ല. അപ്പൊ വർത്തമാനം പറഞ്ഞു വന്നിട്ട് പറഞ്ഞ് വർഷം 1-2 സ്ഥലത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ. ഞാൻ ഇപ്പൊ കൊല്ലത്ത് ഞങ്ങൾക്കിത് വിപുലമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ടെക്നോപാർക്കിലാണ് അവിടെ സ്റ്റാർട്ടപ്പ്. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞത് എന്റെ ഫോൺ നമ്പറെല്ലാം വാങ്ങിച്ചു തിരക്കിലാണ്. ഞാൻ പറഞ്ഞു ഫണ്ടിന്റെ ലഭ്യത കുറവാണെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ നൽകാൻ പറ്റും. അങ്ങനെ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ മണ്ഡലത്തിൽ, നമുക്ക് നമ്മുടെ മണ്ഡലത്തിലേക്ക് പൈസ ചെലവഴിക്കാൻ അനുവാദമുണ്ട്. എന്റെ മണ്ഡലത്തിൽ അതിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ ഒരു കത്ത് തന്നാൽ അന്നേരം തന്നെ നിങ്ങൾക്ക് ആ തുക അനുവദിച്ച് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ച് എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഈ തരത്തിൽ. ഇത് മാത്രമല്ലല്ലോ, നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച ഈ പലർക്കും അറിയില്ല. നമുക്കിന്ന് ലഭിക്കുന്ന ഈ സൗഭാഗ്യം ഇത് മറ്റുള്ള സ്റ്റേറ്റുകളിലൊന്നും ഇല്ല കേട്ടോ. മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇത് ഒന്നുമില്ല. അല്ല, അത് സർക്കാർ കൈ കാശ് വെച്ചിട്ട് തരാതിരിക്കുകയല്ല. നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത് ഇതിനെ സബ്ജക്ട് മാറിപ്പോകുന്നില്ല. കാരണം എല്ലാവരും അവരവരുടെ ആവശ്യം പറയും ഇല്ലേ. ഞാൻ വളരെ സൗമ്യമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ കയ്യിലെന്ത് വേണം? എന്ത് വേണം? പണം വേണം അല്ലേ. സർക്കാരിന്റെ വരുമാനം ഏതാണ്? അറിയോ? ഉറക്കപ്പറ. നികുതി ചുമത്താതെ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റും? പറ്റുമോ? 2 രൂപ. നാടൻ ഭാഷയിൽ പറഞ്ഞ 2 രൂപ അല്ലേ. പെട്രോളിന് 1 ലിറ്റർ പെട്രോളിന് 2 രൂപ. വീട്ടിൽ ഭിക്ഷക്കാർ വന്ന് 2 രൂപ കൊടുത്താൽ വാങ്ങിക്കൂ. ആ 2 രൂപ പെട്രോൾ സെസ്സിൽ ഏർപ്പെടുത്തിയിട്ട് നാട്ടിലുണ്ടായതോ? അത് പാടില്ല. പക്ഷെ ശമ്പളം കൂട്ടണം, പെൻഷൻ കൂട്ടണം, റോഡ് വേണം, വീട് വേണം, വസ്തു വേണം. അല്ലേ? ജോലി വേണം. എവിടുന്ന് കൊടുക്കും? നമ്മുടെ വളരെ സൗമ്യമായി ചോദിക്കുക. വരവില്ലാതെ ചെലവാക്കാൻ പറ്റും. ഇപ്പോ നിങ്ങൾക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ 2 തരം പെൻഷനുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുണ്ട്, നോക്കുന്നതിനുള്ള പെൻഷനുള്ളവരുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനേക്കാൾ കുടിശ്ശികയാണ് ആശ്വാസകരം. അല്ലേ? നിങ്ങളെല്ലാവരും പറയും പെൻഷൻ തന്നില്ല അല്ലേ? സ്വാഭാവികമായിട്ട് പറയും. പക്ഷെ ഒരു കാര്യം മാത്രം, തരാത്തതല്ല തരാൻ പറ്റാത്തതാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം. 600 രൂപയായിരുന്നത് 1600 ആക്കിയവർ തരാൻ മനസ്സില്ലെങ്കിൽ ആക്കൂ. തരാൻ മനസ്സില്ലെങ്കിൽ ആക്കത്തില്ല.